ആ സ്വത്തുക്കളെല്ലാം കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാ പിന്നെ നിന്നെക്കാള് സ്ഥാനം ഈ വീട്ടിൽ ആ കുഞ്ഞിന് തന്നെയായിരിക്കും. വല്ല ഡ്രൈവറും അവന്റെ കുഞ്ഞും നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളുടെ അവകാശികളായി അങ്ങ് മാറും. എല്ലാവരുടെ അവകാശം ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം. സംഗതി ഏറ്റു. ഇനിയെല്ലാം അവള് നോക്കിക്കോളൂ. ഇതിലിപ്പോ ഒരു ചേഞ്ചിന്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. എന്താ അത്? കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സേതു സാറ് പറഞ്ഞ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന്. സ്നേഹേ, അച്ഛനൊന്നും മിണ്ടണ്ട. എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ ഇത്? ഇങ്ങനൊരു പ്രോപ്പർട്ടിയുടെ ഡീൽ ഈ വീട്ടിൽ നടക്കുമ്പോ അതിൽ എന്റെ അഭിപ്രായം ചോദിക്കണോന്ന് അച്ഛന് തോന്നിയില്ലല്ലോ. നീ എന്താ അച്ഛനെ ചോദ്യം ചെയ്യണോ? ഇതേ അച്ഛനെടുത്ത തീരുമാനം. ഞങ്ങളതനുസരിച്ചു, അത്രേ ഉള്ളൂ. അതനുസരിക്കണോ വേണ്ടയോന്ന് ഞാനും കൂടെ തീരുമാനിക്കണമല്ലോ. എനിക്കും കൂടെ അവകാശപ്പെട്ട പ്രോപ്പർട്ടിയല്ലേ ഇതെല്ലാം. പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കുക എന്നുള്ളതാ ഒരച്ഛന്റെ കടമ. അതിനുവേണ്ടി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നും നീ അന്വേഷിക്കേണ്ടതില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞാലും എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത് ആരുടെ പേരിലാ? സ്വന്തം മക്കളായ ഞങ്ങളുടെ ആരുടെയെങ്കിലും പേരിലാണോ? ആതിരയുടെയും അർച്ചനയുടെയും കുട്ടികളുടെ പേരിലാ. ആതിരയുടെ കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പിന്നെ അർച്ചനയുടെ കുട്ടിയുടെ കാര്യം, അത് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയാണോ? അതിന് നിയമപരമായി അവർ ദത്തെടുത്തിട്ടുണ്ടോ? ഉണ്ടോ സച്ചേട്ടാ? കണ്ടോ, സച്ചേട്ടന് മറുപടിയില്ല. എങ്ങനെ മറുപടി പറയും? നിയമപരമായി ദത്തെടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ,